ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ കുട്ടികൾക്ക് സ്കൂളില്ലാത്ത ദിവസങ്ങളിലത്തെ ഒരു ദിവസം എടുത്തിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഈ ഇടയ്ക്ക് ലീവ് കാര്യങ്ങളൊക്കെ 2-3 ദിവസം ലീവ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്നത്തെ ഒരു ദിവസം എടുത്തിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസൊക്കെ ഒരുപാട് പേര് കണ്ടെന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്, നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതിൽ അതിലേറെ സന്തോഷം. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. പിന്നെ ഒരു സങ്കടം എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോസിനൊന്നും അധികം ലൈക്ക് കാര്യങ്ങളൊന്നും കിട്ടാറില്ല. അപ്പോൾ ലൈക്ക് ചെയ്യാൻ എല്ലാവർക്കും മടിയായിരിക്കണമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ലൈക്ക് കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് പിന്നീട് അത് വീഡിയോസ് കാര്യങ്ങളൊക്കെ പുതുതായിട്ട് ഇടാനൊക്കെ ഒരു പ്രചോദനമായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ കാലത്ത് ചായ വയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട്. കാലത്ത് സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് നേരം വൈകിട്ടാണ് കേട്ടോ എണീച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് പുട്ടാണ് കേട്ടോ അന്ന് ഉണ്ടാക്കുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുട്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ പുട്ടും പഴമാണ് കേട്ടോ, വേറെ കറികളും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഉച്ചയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിളാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ പുട്ടും പഴമൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോയത് അലക്കാനായിരുന്നു കേട്ടോ. അലക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ മേലെയാണ് തോരയിടാൻ പോകുക. അപ്പോൾ ഇതവിടെ നമ്മുടെ പൂച്ചക്കുട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ 2-3 ട്രിപ്പായിട്ട് അവിടെ തന്നെ പ്രസവിക്കുന്നത്. പിന്നെ അങ്ങനെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗുൾഫി ഐസാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഉച്ചക്കത്തെ പരിപാടിയിലോട്ട് നിന്നിട്ടുണ്ട്. ഇന്ന് നെയ്ച്ചോറും കായ്ച്ചാറും ചില്ലി പൊരിച്ചതും അതുപോലെ പുതിന ചമ്മന്തിയൊക്കെ ഉണ്ട് കേട്ടോ അന്നത്തെ സ്പെഷ്യൽ. അതൊന്നും ഫുള്ളായിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. എപ്പോഴും നമ്മുടെ വ്ളോഗ് കാര്യങ്ങൾ ബിരിയാണിയും നെയ്ച്ചോറും കായച്ചാറും ഇതിൻ്റെയൊക്കെ റെസിപ്പി ഇട്ടിട്ട് എനിക്ക് മടുത്തു പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഇതവിടെ കായച്ചാറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കായച്ചാറും ചില്ലി ഫ്രൈയും ഒക്കെ റെഡിയാക്കുമ്പോഴത്തേനും ഉമ്മ അവിടെ നെയ്ച്ചോറ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ദമ്മൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് ഇതിപ്പോൾ ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ നാത്തൂന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നെയ്ച്ചോറും കായച്ചാറും അങ്ങനെയൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നല്ലേ കുറേ ദിവസങ്ങളായിട്ടാണ് ഈ ചെറുപയർ വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് പായസം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ വിചാരിച്ചിട്ട് ഇരിക്കുമ്പോഴൊന്നും നടക്കാറില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഇതിനെയും വെച്ചിട്ട് പായസം ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളതുകൊണ്ട് അങ്ങനെ കുറച്ച് ചെറുപയർ പരിപ്പും ഒരു 2 പിടി പച്ചരി ഒക്കെ എടുത്ത് വെള്ളത്തിൽ നല്ലപോലെ കഴുകിയിട്ട് പായസമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പായസത്തിൻ്റെ റെസിപ്പീസും കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും പായസം കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാനിത് അപ്പോഴാണ് കേട്ടോ കുടിക്കാൻ വേണ്ടി പോണത്. അങ്ങനെ കുറച്ച് പായസം കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു ഗ്ലാസ് കുറച്ച് പായസമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങനെ പുറത്ത് പോയിട്ട് പായസം കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ പായസം കാര്യങ്ങളൊക്കെ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് പായസം ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ടായിരുന്ന അതിൻ്റെ ചണ്ടി ഉണ്ടല്ലോ, അപ്പോൾ അത് വേസ്റ്റാക്കി കളയണ്ട കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു നല്ലൊരു മിഠായി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ശർക്കര കുറച്ചെടുത്ത് നല്ലതുപോലെ ഉരുക്കുക. എന്നിട്ട് ഇത് ശർക്കര അതിനെ ഒരു വെള്ളത്തിൽ ഇങ്ങനെ ഒഴിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ അത് ഉരുണ്ടിട്ട് വരുന്നുണ്ടെങ്കിൽ കറക്റ്റ് പരുവായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് തേങ്ങേൻ്റെ ചണ്ടിയാണ് കേട്ടോ, നമ്മൾ തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ള ആ ചണ്ടി ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിതിപ്പോൾ ശർക്കരയിൽ മാത്രമല്ല പഞ്ചസാരയിലും ഇതുപോലെ മെൽറ്റാക്കിയിട്ട് കാരമൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പഞ്ചസാരയിലാവുമ്പോൾ ശർക്കരേനെക്കാട്ടിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ മുട്ടായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കും. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാ പുതിയ വീഡിയോസും വ്ളോഗുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.